എന്റെ കള്ളച്ചെറുക്കൻ അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതും എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമാണോ? സോറി വേദാന്ത്, ഞാൻ എപ്പോഴും നിന്നെ ഒരിക്കലും പ്രേമം മനസ്സിലാവാത്ത ഒരാളെ പോലെ വിചാരിച്ചിരുന്നത്. നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെയല്ല, ഒരുപാട് സ്നേഹിക്കാൻ അറിയുന്നവനാ. യദാ യദാ ഹി പ്രേമസ്യ വിഘ്ന ഭവതി മാനസേ ഉദ്ദീപനസ്യ പ്രേമസ്യ മോഹഭാവം സൃജാമ്യഹം പരിത്രാണായ പ്രേമാണാം വിനാശായ ച ദുഷ്കൃതാം പ്രേമ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. നിന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി മഴ നനഞ്ഞ് കുളിച്ചു വരുമെന്ന്. ഒന്ന് ഫോൺ ചെയ്തുകൂടെ? ഓട്ടോ പറഞ്ഞു വിട്ടില്ലായിരുന്നോ? എനിക്കൊന്നും വേണ്ട. എനിക്ക് നനഞ്ഞതായിട്ടും തോന്നില്ല, തണുക്കുന്നുമില്ല. എന്താ മോളെ? അച്ഛൻ എപ്പോഴും എന്നോട് പറയാറില്ലേ, നിങ്ങളുടെ മോളെ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി പെൺകുട്ടിന്ന്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ മോളെ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടി. അച്ഛാ, അച്ഛാ. അമ്മോ, എന്ത് പറ്റി മോളെ? എന്തിനാ നീ കരയുന്നത്? പറയൂ മോളെ, എന്തിനാ കരയുന്നത്? എന്റെ മനസ്സ് തകർന്നു പോയി അച്ഛ. അന്ന് നീ കരഞ്ഞുകൊണ്ട് മഴയിൽ കുളിച്ചു വന്നതാ, പക്ഷെ ഇപ്പോ സന്തോഷത്തോടെ വന്നിരിക്കുക. അച്ഛാ, എനിക്ക് ശരിക്കും അത്ഭുതം. എന്തിന്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛൻ എന്തിനാന്ന് ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് എന്തിനാന്ന് ചോദിക്കുന്നില്ലേ അച്ഛാ? ഇന്നേ വരേക്കും നീ ഒരു സംശയം പോലും ഉണ്ടാക്കിയിട്ടില്ല, അതിനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇല്ലല്ലേ, ഞാൻ ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് എന്നോടുള്ള ദേഷ്യദൂരം മാറിയില്ലേ? വെറുതെ എന്നോട് നാടകം കളിക്കേണ്ട വിക്രാന്ത്. നീ ഇനി എങ്ങനെയൊക്കെ അഭിനയിച്ചാലും അതിലൊരു കാര്യമില്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, മൂത്തവരെ ചൊല്ലുന്ന മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അല്ല, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ചേട്ടനോട് നേരത്തെ പറഞ്ഞല്ലേ. ഇനിയൊന്നും പറയണ്ട. നീയൊക്കെ പറഞ്ഞതും ചെയ്തതും ഒക്കെ എനിക്കിപ്പോ മനസ്സിലായി. ചേട്ടാ നിൽക്ക്. വിക്രാന്ത്, കൈയെടുക്ക്.
മുന്നിന്ന് മാറിക്കടാ. ഞാൻ മാറില്ല. ആദ്യം ഇത് ക്ലിയർ ചെയ്യ്. പിന്നെ ഇന്ന് കുത്തുന്നവരോട് ഞാൻ സംസാരിക്കാറില്ലടാ. ചേട്ടാ പ്ലീസ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ധ്രുവ അമൂലയുടെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അവൻ സേഫ് ആയിരിക്കുന്നു മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയാറുന്നേ. മാത്രമല്ല, ഞാൻ ഇതിനെക്കുറിച്ച് നിന്നോട് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അമ്മുവിന്റെ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കുന്നത് കാണാൻ പറ്റാഞ്ഞിട്ടാ. നിന്നെ എനിക്ക് എത്രയ്ക്ക് ഇഷ്ടമാണോ അത്രയും തന്നെ ഇഷ്ടം അവനോടുണ്ടാവില്ലേ? പ്ലീസ് ചേട്ടാ, സംസാരിക്കേ. വേണമെങ്കിൽ എന്നെ വഴക്കു പറഞ്ഞോ, ഇല്ലെങ്കിൽ ബഹളം വെച്ചോ, വേണമെങ്കിൽ എന്നൊന്ന് അടിച്ചോ. പക്ഷെ സംസാരിക്കാതിരിക്കല്ലേ. അതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ചേട്ടാ. ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ അടിച്ചോ ചേട്ടാ. അടിക്കന്നെ, അടിക്കേ. വിക്രാന്ത് സ്റ്റോപ്പ് ഇറ്റ്. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നീ എന്നോട് സംസാരിക്കുകയുമില്ല, എന്നെ തൊടുക പോലും ചെയ്യില്ലെങ്കിലേ എന്നോട് ഇപ്പോഴും ദേഷ്യം ഉണ്ടെന്ന് തന്നെ അർത്ഥം. ആ ദേഷ്യം ഇങ്ങനെ തീരുമെങ്കിലേ എന്നെ അടിച്ചോ ചേട്ടാ. അടിച്ചോ, അടിക്കേ. സ്റ്റോപ്പ് ഇറ്റ് മാൻ. നിനക്ക് വേദനിക്കില്ലടാ. മനസ്സിൽ ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ എന്തിനിങ്ങനെ പെരുമാറുന്ന ചേട്ടാ? എനിക്കൊരു ചെറിയ വേദന വന്നാൽ പോലും നിനക്ക് സഹിക്കാൻ പറ്റില്ലല്ലേ? നീ എന്നോട് സംസാരിക്കാതിരുന്നാല് എനിക്ക് അതിനേക്കാളും വേദന ഉണ്ടാവും ചേട്ടാ. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാ. ദൈവം എന്നോട് ക്ഷമിക്ക്. പ്ലീസ് ചേട്ടാ, എന്നോട് ക്ഷമിക്ക്. വിക്രാന്ത്, എനിക്ക് അമൂല്യ ഒരുപാട് ഇഷ്ടമാ. വെറും ഇഷ്ടമല്ല, ഈ ലോകത്ത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അവളെ. ഇപ്പൊ എന്റെ ജീവനേക്കാളും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അമൂല്യ എന്റെ കൂടെ വേണം. ഈ കള്ള ചെറുക്കൻ. സോറി മോനെ, ഞാനൊരു പൊട്ടിയാ. വെറും പൊട്ടിയല്ല, വലിയ പൊട്ടി. എനിക്കിപ്പോഴാ മനസ്സിലായത് നീ അന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞതും അത്രയും ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തത് എന്തിനാണെന്ന്. അയ്യോ, ഇത് സത്യമാണോ? ദൈവത്തിനാണ്, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എങ്കിലും ഇതൊരിക്കലും സത്യം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആവുന്ന ചിന്തിക്കുന്നത് പോലും ഞാൻ നിർത്തിയായിരുന്നു. ഞാൻ എന്നെ വഴക്ക് പറയാണെന്ന് കരുതി സന്തോഷിക്കണ്ട. നീ വലിയ ബുദ്ധിമാനൊന്നുമല്ല, നീ ഒരു പൊട്ടൻ തന്നെയാ. ഇത്രയും നാളായിട്ടും എന്നോടൊരു ഐ ലവ് യു പറയാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞേ പറ്റൂ. ഇങ്ങനെ കാത്തിരിക്കുന്നതിനും വല്ലാത്തൊരു സുഖമുണ്ട്. നീ എപ്പോഴെങ്കിലും എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോ ഞാൻ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് കണ്ട് നീ ശരിക്കും ഷോക്കാവും. ഈ അമ്മൂന്ന് വെച്ച എന്താ തമാശയാണോ?
എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ വായാടിയല്ലേ, കള്ളച്ചെറുക്ക. നിങ്ങളിപ്പോ കോംപ്രമൈസ് ആയോ? അപ്പൊ ഞാൻ വേണ്ടേ? ഏട്ടൻ എന്നോട് സംസാരിക്കുന്നു, നിന്നോട് സംസാരിക്കുന്നില്ല എന്നായിരുന്നല്ലോ. ഇപ്പൊ സമാധാനായില്ലേ? അത് ശരി. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിനക്കറിയായിരുന്നു? ഹലോ ബ്രദർ, ഞാൻ നിങ്ങളുടെ സിസ്റ്ററാ മോനെ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ അത് പെട്ടെന്ന് സോൾവ് ആവുമെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ അത്രയും സൂപ്പർ അല്ലേ, അകന്നിരിക്കാൻ ഒട്ടും ചാൻസ് ഇല്ല. ചേട്ടാ, ഐ ലവ് യു മാൻ, ബട്ട് ഐ എം സോറി. പോട്ടെ വിക്രാന്ത്, അതെല്ലാം മറന്നേക്ക്. ഞാനും കുറച്ച് അഗ്രസീവ് ആയിട്ടല്ലേ പെരുമാറിയത്. എന്റെ സൈഡിലും തെറ്റുണ്ട്. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ആ കാര്യത്തെ പറ്റി ആലോചിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. അല്ല, എന്താ ഇത്? നിങ്ങൾ മൂന്നുപേരും കൂടെ എന്നെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നത് പോലെ ഉണ്ടല്ലോ. ഞാനതിനെന്തെങ്കിലും ചെയ്തോ? അവിടെ പോയ ചേച്ചി അനിയത്തി ആളുകളെ കയ്യിലെടുക്കും. ഇവിടെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാണോ? ഇത് ഞങ്ങൾ മേനോൻ കുടുംബത്തിന്റെ കാര്യ. നിങ്ങൾക്ക് അവിടെ സ്പേസ് ഇല്ല. അങ്ങനെയൊന്നുമില്ല. സിദ്ധാർത്ഥന്റെ അളിയനല്ലേ, പിന്നെ ബിസിനസ് അഡ്വൈസറുമാണ്. തീർച്ചയായിട്ടും അവനിവിടെ സ്ഥാനമുണ്ട്. നിന്റെ ചേട്ടനെ എനിക്ക് നിന്നെ തന്നെ തന്നു കഴിഞ്ഞു. നിങ്ങൾക്കിടയിൽ ഇപ്പോഴും എനിക്ക് സ്ഥലം തരില്ലെന്നാണോ വൈഫി? ചേച്ചി എവിടെയാ? ആദ്യം ഇതൊക്കെ മാറ്റി വെക്കണം. ആ കൊരങ്ങി എങ്ങനെ കണ്ടു കഴിഞ്ഞാ പിന്നത്തെ കാര്യം പറയണ്ട.